സായിറാം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കാലഘട്ടം നമുക്കൊരു ടൈം ലൈനായിട്ട് നോക്കാം. അപ്പോൾ നമുക്കറിയാം, അദ്ദേഹം ജനിച്ചത് 1869 ഒക്ടോബർ 2-നാണ്. എവിടെയായിരുന്നു? അഹമ്മദാബാദിലെ പോർബന്തറിലെ. സ്റ്റേറ്റ് ഏതായിരുന്നു? ഗുജറാത്ത്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരംചന്ദ് ഗാന്ധിയായിരുന്നു, അമ്മ പുത്ലിഭായി ആയിരുന്നു. ഗാന്ധിജിയുടെ ഒറിജിനൽ നെയിം എന്തായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് മനു എന്നായിരുന്നു. ഓക്കെ. അദ്ദേഹം ജനിച്ച വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്നാണ്. കീർത്തി മന്ദിർ. പിന്നെ അദ്ദേഹം ജനിച്ച ദിവസം ഒക്ടോബർ 2 നമുക്കറിയാവുന്നതാണ്. ആ ദിവസം ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നു. ഇൻ്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ആയി ആചരിക്കുന്നു. ഓക്കെ. UN ആണ് ഇങ്ങനെ ആചരിക്കാമെന്നൊരു തീരുമാനം എടുക്കുന്നത്. ഏത് വർഷം മുതലാണ് ഈ ഒരു ദിവസമായിട്ട് ആചരിക്കുന്നത്? 2007 മുതൽ. ഓക്കെ. 2007 മുതൽ ഒക്ടോബർ 2 ലോക അഹിംസാ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ആയി ആചരിച്ചു വരുന്നു. പിന്നീട് 1883 അദ്ദേഹത്തിൻ്റെ 13-ാം വയസ്സിൽ കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുന്നു. വർഷം 1883, 13-ാം വയസ്സിൽ. പിന്നീട് 1888 അദ്ദേഹം നിയമം പഠിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് പോയി. ബോംബെയിൽ നിന്ന് കപ്പൽ മാർഗമാണ് അദ്ദേഹത്തിന് യാത്ര തിരിക്കുന്നത്. 18-ാം വയസ്സിലാണ് അദ്ദേഹം നിയമം പഠിക്കാനായി ലണ്ടനിലേക്ക് പോകുന്നത്. ഓക്കെ. പിന്നീട് 1893 ദക്ഷിണാഫ്രിക്കയിലെ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ നിയമോപദേഷ്ടാവായിട്ട് അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. സ്ഥലം നെറ്റാൾ. ദക്ഷിണാഫ്രിക്കയിലെ നെറ്റാൾ എന്ന സ്ഥലത്ത് ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ നിയമോപദേഷ്ടാവായി അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. അപ്പോൾ ലണ്ടനിൽ നിന്ന് അദ്ദേഹം നിയമമൊക്കെ പഠിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണവാർത്തയായിരുന്നു. ഓക്കെ. അതിനുശേഷമാണ് അദ്ദേഹം 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് ജോലിക്ക് പോകുന്നത്, ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ നിയമോപദേഷ്ടാവായിട്ട് നെറ്റാൾ എന്ന സ്ഥലത്ത്. പിന്നീട് 1894 നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചു. അതായത് അവിടുത്തെ ഇന്ത്യക്കാരുടെ ദുരിതമനുഭവിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചു. പിന്നീട് 1899 ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചു. അതായത് ആ ഭൂവർ യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്നതിനും പരിചരിക്കുന്നതിനുമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചു. ഈ ഒരു അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രവൃത്തിക്ക് അദ്ദേഹത്തിന് ഒരു ബഹുമതി ലഭിച്ചു. കൈസർ ഐ ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഓക്കെ. ഈ ഒരു ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചതിന് അദ്ദേഹത്തിന് കൈസർ ഐ ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി ലഭിച്ചു. പിന്നീട് 1904 ഡർബനിൽ ഫീനിക്സ് സെറ്റിൽമെൻറ്റ്സ് ആശ്രമം സ്ഥാപിച്ചു. ഡർബനിൽ ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ആശ്രമം സ്ഥാപിച്ചു. പിന്നീട് 1906 അദ്ദേഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? 1906. ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹം. എന്തിനെതിരെയായിരുന്നു? ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ. ഓക്കെ. ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. ആ വർഷം തന്നെയാണ് അദ്ദേഹം ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിക്കുന്നത്. ഓക്കെ. 1906 അദ്ദേഹം ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ചു. പിന്നീട് 1915 ജാനുവരി 9 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ദിവസം ഏതാണ്? വർഷവും ദിവസം ഏതാണ്? 1915 ജാനുവരി 9. ഈ ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ്? പ്രവാസി ദിവസമായി ആചരിക്കുന്നത് ഈ ദിവസമാണ്. ഇന്ത്യയിൽ പ്രവാസി ദിവസമായി ആചരിക്കുന്നത് ജാനുവരി 9 ആണ്. കാരണം അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ദിവസമാണെന്ന്. അപ്പോൾ ഇന്ത്യയിൽ പ്രവാസി ദിവസമായി ആചരിക്കുന്നത് ജാനുവരി 9 ആണ്. 2003 മുതൽ ഇന്ത്യയിൽ പ്രവാസി ദിവസമായിട്ട് ജാനുവരി 9 ആചരിച്ചു തുടങ്ങി. അപ്പോൾ 2003 മുതലാണ് അങ്ങനെ ആചരിച്ച്
വരുന്നത്. അതേ വർഷം തന്നെ 1915 തന്നെ അദ്ദേഹം സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ചു. ഓക്കെ, സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ചു. പിന്നീട് 1917 ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. 1917 ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. അപ്പോൾ ആ വർഷം ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1917 ഏതായിരുന്നു ആ സത്യാഗ്രഹം? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത്. എന്തായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം? അതായത് ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സത്യാഗ്രഹം അദ്ദേഹം അനുഷ്ഠിച്ചത്. ഇനി എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പറയണില്ല, ജസ്റ്റ് ടൈം ലൈൻ മാത്രമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പൊളിറ്റീഷ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല, മഹാത്മാഗാന്ധി തന്നെയായിരുന്നു. അന്നും ഇന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ബെസ്റ്റ് പൊളിറ്റീഷ്യൻ എന്ന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാത്മാഗാന്ധി തന്നെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പദവിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള സമരമുറകളായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമര രീതികളെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മളോട് ജസ്റ്റ് എന്തൊക്കെയാണ് അദ്ദേഹം അനുഷ്ഠിച്ചത്, ഏത് വർഷം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ 1917 ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഇമ്പോർട്ടൻ്റ് ആണ്. ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. പിന്നീട് 1918 തൊട്ടടുത്ത വർഷത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരമാണ്. അത് ഓർത്തിരിക്കുക, അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം. ഓക്കെ, പിന്നീട് 1919, ഇതെല്ലാം തൊട്ടടുത്ത വർഷങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത്. 1919 ഗാന്ധിജി ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ഓക്കെ, 1919 കൂടിയിട്ടാണ് ഗാന്ധിജി ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുന്നത്. അത് ഏത് സമരം വഴിയാണ്? റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരം വഴിയാണ്. റൗലറ്റ് നിയമത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സമരം വഴി അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. പിന്നീട് 1920 നിസ്സഹകരണ പ്രസ്ഥാനം. 1920 അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1920 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, ഇതേ വർഷം തന്നെയാണ് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് 1922 ചൗരി ചൗര സംഭവത്തോടനുബന്ധിച്ച് അദ്ദേഹം ആ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഓക്കെ, അപ്പോൾ 1920 നിസ്സഹകരണ പ്രസ്ഥാനം, പിന്നീട് 1922 ചൗരി ചൗര സംഭവത്തോടനുബന്ധിച്ച് അദ്ദേഹം ആ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. പിന്നീട് അതേ വർഷം തന്നെ ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഓട്ടോബയോഗ്രഫി അദ്ദേഹം രചിക്കുന്നത്. എന്താണ് ആത്മകഥയുടെ പേര്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അദ്ദേഹം ആത്മകഥ എഴുതിയ ഭാഷ എന്ന് പറയുന്നത് ഗുജറാത്തിയിലായിരുന്നു എഴുതിയത്. ഗുജറാത്തി ഭാഷയിൽ ആത്മകഥയുടെ പേര് എന്ന് പറയുന്നത് സത്യാന പ്രയോഗോ എന്നായിരുന്നു. സത്യാന പ്രയോഗോ. ഓക്കെ, അദ്ദേഹം യർവാദ ജയിലിൽ വെച്ചാണ് ആ ആത്മകഥ രചിക്കുന്നത്. ഓക്കെ, ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1869 മുതൽ 1921 വരെയുള്ള ആ ഒരു കാലമാണ്. ഓക്കെ, ഈ ഒരു കാലഘട്ടം ഗാന്ധിയൻ യുഗം എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1869 മുതൽ 1921 വരെ ഉള്ള ആ കാലഘട്ടത്തിനെ ഗാന്ധിയൻ യുഗം എന്ന് നമ്മൾ വിളിക്കും. പിന്നെ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി. ഓക്കെ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥ വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു മലയാളി എന്ന് പറയുന്നത് ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ള.
ഓക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അതിനുശേഷം 1924 ബൽഗാമിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ INCയുടെ പ്രസിഡൻ്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അതായത് ബൽഗാമിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ INCയുടെ പ്രസിഡൻ്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ഏത് വർഷമാണ്? 1924. പിന്നീട് തൊട്ടടുത്ത വർഷം 1925 ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചു. ഓക്കെ, ചർക്ക സംഘം സ്ഥാപിക്കുന്നത് 1925 പിന്നീട് 1929 1929 അഹമ്മദാബാദിൽ അദ്ദേഹം നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചു. അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിക്കുന്നത് 1929 അടുത്ത വർഷമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1930. എന്താണ് 1930 പ്രത്യേകത? ഉപ്പ് സത്യാഗ്രഹം അല്ലേ? വർഷം ദിവസവും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. 1930 മാർച്ച് 12 ദണ്ഡി കടപ്പുറത്തേക്ക് അവർ യാത്ര തിരിച്ചു. ഓക്കെ, ഇതാണ് ഉപ്പ് സത്യാഗ്രഹം. 1930 മാർച്ച് 12 ദണ്ഡി കടപ്പുറത്ത് നിന്ന് യാത്ര ആരംഭിച്ച് 1930 ഏപ്രിൽ 6 കടപ്പുറത്തെത്തി. ഓക്കെ, അപ്പോൾ തുടങ്ങിയതും അവസാനിച്ചതും എന്നാന്ന് ഓർത്തിരിക്കുക. മാർച്ച് 12 ആരംഭിച്ചു, ഏപ്രിൽ 6 അവസാനിച്ചു. ദണ്ഡി യാത്രയ്ക്ക് അനുഗമിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് 78 പേരായിരുന്നു. ഓക്കെ, പിന്നെ ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അബ്ബാസ് തയ്യബ്ജി ആയിരുന്നു. അബ്ബാസ് തയ്യബ്ജി. ഓക്കെ, പിന്നീട് 1931 ആണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി നടക്കുന്നത്. അതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1931 ദിവസം മാർച്ച് 5. ഓക്കെ, 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത്. അതുപോലെ അതേ വർഷം തന്നെയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിലൂടെയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിക്ക് തീരുമാനമാവുന്നത്. ഓക്കെ, അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് 1931 രണ്ടാം വട്ടമേശ സമ്മേളനമായിരുന്നു. ഈ സമയത്ത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ടൈമിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായി പോയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് മദൻ മോഹൻ മാളവ്യയായിരുന്നു. മദൻ മോഹൻ മാളവ്യ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. അതൊന്ന് ഓർത്തിരിക്കാം. അതുപോലെ നമുക്കറിയാം 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത 2 വ്യക്തികളേ ഉള്ളൂ. ഓക്കെ, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവുമാണ്. ഡോക്ടർ BR അംബേദ്കർ ആൻഡ് തേജ് ബഹാദൂർ സപ്രു. ഓക്കെ, പിന്നീട് 1932 ഓക്കെ, ഇതിന് ശേഷം ഈ ഉടമ്പടിക്ക് ശേഷം 1932 അദ്ദേഹം കമ്മ്യൂണൽ അവാർഡിനെതിരെ ഉപവസിച്ചു. പൂനെ ഉടമ്പടി പ്രകാരം പിന്നീട് ഇത് നിർത്തിവെച്ചു. ഓക്കെ, ആ ഉപവാസം പൂനെ ഉടമ്പടി പ്രകാരം പിന്നീട് നിർത്തിവെച്ചു. പിന്നെ 1932 അഖിലേന്ത്യാ ഹരിജൻ സമാജം അദ്ദേഹം സ്ഥാപിച്ചു. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിക്കുന്നത് 1932 1933 ഹരിജൻ എന്ന പ്രസിദ്ധീകരണത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു പ്രസിദ്ധീകരണമായിരുന്നു ഹരിജൻ. ഏത് വർഷമാണ് അത് ആരംഭിച്ചത്? 1933. ഓക്കെ, പിന്നീട് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന വർഷം ആണ് 1934. ഓക്കെ, 1934 അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും വിരമിച്ചു. 1936 വാർധയിൽ സേവാഗ്രാം ആശ്രമം തുടങ്ങി. ഓക്കെ, ഇതിനുശേഷം 1936 അദ്ദേഹം വാർധയിൽ സേവാഗ്രാം ആശ്രമം തുടങ്ങി. പിന്നീട് 1937 തൊട്ടടുത്ത വർഷം തന്നെ വാർധ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 1937 വാർധ വിദ്യാഭ്യാസ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഈ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഒരു ഡ്രീം തന്നെയായിരുന്നു. ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്നത് നയി താലിം എന്നറിയപ്പെടുന്നു. നയി താലിം അതായത് ഇത് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. അതായത് വൊക്കേഷണൽ സ്റ്റഡീസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അതായിരുന്നു ഈ പദ്ധതി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ നയി താലിം എന്നും ഇതറിയപ്പെടുന്നു. വൊക്കേഷണൽ സ്റ്റഡീസിനാണ് ഇത് പ്രാധാന്യം നൽകിയത്, അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഓക്കെ, പിന്നെ ഇതേ വർഷം തന്നെയാണ് 1937 തന്നെയാണ് നോബൽ സമ്മാനത്തിന് ഗാന്ധിജി ആദ്യമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നോബൽ സമ്മാനത്തിന് ഗാന്ധിജി ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? 1937. പിന്നെ 1940 മുതൽ 1940 മുതൽ ഗാന്ധിജി ഒരു തികച്ചും വ്യത്യസ്തമായൊരു സമരമുറയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. വ്യക്തി സത്യാഗ്രഹം. വ്യക്തി സത്യാഗ്രഹം എന്ന ഒരു പുതിയ സമരമുറയ്ക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നു 1940 മുതൽ. ഈ ഒരു സമരമുറയ്ക്കായിട്ട് അദ്ദേഹം ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തി എന്ന് പറയുന്നത് വിനോബ ഭാവേനെയായിരുന്നു. വിനോബ ഭാവേനെ. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. പിന്നെ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കേളപ്പൻ. അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരെല്ലാമാണെന്ന് ഓർക്കണം. പിന്നെ കേരളത്തിൽ നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കേളപ്പൻ എന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം 1941 ഗോസേവാ സംഘം സ്ഥാപിച്ചു. പിന്നെ 42 ആ വർഷത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ് ആ വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിൽ നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന ജയിലാണ് ആഗാഖാൻ കൊട്ടാരം പൂന. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്നത്. ഈ ഒരു സമരത്തിലൂടെ പുറപ്പെടുവിച്ച പ്രശസ്തമായ മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ മുദ്രാവാക്യമായിരുന്നു അത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്, അതറിയാവുന്നതാണ് എല്ലാവർക്കും. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? അരുണ ആസഫ് അലി. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, അത് വേറൊരു പോയിന്റ്. പിന്നീട് 1944 ഫെബ്രുവരി 22 അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നു. 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരിച്ചു. പിന്നെ 1948 ഗാന്ധിജിയുടെ അവസാന സത്യാഗ്രഹം. ഗാന്ധിജിയുടെ അവസാന സത്യാഗ്രഹം എന്ന് പറയുന്നത് 1948 എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയിട്ട്. 1948 അദ്ദേഹത്തിൻ്റെ അവസാന സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയിട്ട്. ഇതേ വർഷം തന്നെയാണ് അദ്ദേഹം മരണമടയുന്നത്. ജനുവരി 30 1948 ജനുവരി 30 ബിർള മന്ദിരത്തിൽ വെച്ചിട്ട് അദ്ദേഹം വൈകുന്നേരം 5:17 വെടിയേറ്റ് മരിക്കുകയാണ് ഉണ്ടായത് അല്ലേ. 1948 ജനുവരി 30 ബിർള ഹൗസിൽ വെച്ച് വൈകുന്നേരം 5:17 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നു. ആരാണ് ഗാന്ധിജിയെ വെടിവെച്ച ഘാതകൻ? നാഥൂറാം വിനായക് ഗോഡ്സെ. ഒരു മതഭ്രാന്തനായിരുന്ന നാഥൂറാം വിനായക് ഗോഡ്സെ. ഈ ജനുവരി 30 ഒരു പ്രത്യേകതയുണ്ട്. ജനുവരി 30 നമ്മൾ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നുണ്ട്. ഏതാണ്? ജനുവരി 13 ആണ്. പിന്നെ ഗാന്ധിജി അവസാനമായിട്ട് ഉച്ചരിച്ച വാക്ക് എന്ന് പറയുന്നത് ഹേ റാം എന്നാണ്. ഹേ റാം. അതുപോലെ ഗോഡ്സെയെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? അംബാല ജയിൽ. ഹരിയാനയിലെ അംബാല ജയിലിലാണ് ഗോഡ്സെയെ തൂക്കിലേറ്റുന്നത്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട്. ഇനി പറയാൻ പോകുന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനമാണ്. ഗാന്ധിജി കേരളം 5 തവണയാണ് സന്ദർശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ആദ്യമായി സന്ദർശിച്ചത് ഏത് വർഷമാണ്? ഗാന്ധിജി ആദ്യമായി കേരളത്തിനെ സന്ദർശിക്കുന്നത് 1920 1920 ഓഗസ്റ്റിലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സന്ദർശനം എന്ന് പറയുന്നത് 1925 മാർച്ചിൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നു. 1925 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു മാർച്ച് മാസത്തിൽ. പിന്നെ മൂന്നാമത്തെ സന്ദർശനം നടന്നത് 1927
ഒക്ടോബർ 1927 ഒക്ടോബർ തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, 1927 ഒക്ടോബർ തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് കേരളം സന്ദർശിച്ചു. അത് കഴിഞ്ഞ് 4ാമത്തെ സന്ദർശനം 1930 ഹരിജനോദ്ധാരണ ഫണ്ട് പിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം 1930 ജാനുവരിയിൽ, ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷമാണ് അല്ലേ, ഹരിജനോദ്ധാരണ ഫണ്ട് പിരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം 1930 ജാനുവരിയിൽ കേരളം സന്ദർശിച്ചു. പിന്നെ ലാസ്റ്റായിട്ട് അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത് 1937 അല്ലേ, 1937. അവസാന സന്ദർശനം 1937 ജാനുവരി ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചിട്ടാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരളം സന്ദർശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഗാന്ധിജിയുടെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. വർഷങ്ങളും ഡേറ്റുകളും അതുപോലെ അദ്ദേഹം സ്വീകരിച്ചിരുന്ന സമരമുറകൾ ഏതൊക്കെയാണ്, ഏതെല്ലാം വർഷത്തിലാണ് അതെല്ലാം അരങ്ങേറിയത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സായിറാം.